എന്നിഷ്ടമലർക്കൂട് ഇഷ്ടമലർക്കൂട്ടിൽ എനിക്കിഷ്ടമുള്ളൊരാണ് എൻ കൂടണിയാ കിനാവിലെ മയിൽപ്പീലി കൂടെ പാടുവാൻ ഞാൻ കൊതിക്കുന്ന കളിക്കുയിലേ ഓഹോ ചിത്രമണിക്കാട്ടിൽ എന്നിഷ്ടമലർക്കൂട് ചിരിക്കുന്ന പുലരിമല മലമേലെ മുകിലോടും മലരണി താഴ്വര താഴ്വാരം തഴുകി വരും മരതക പൂന്തിന്നലേ ഇവളൊരുങ്ങും കൂടരികിൽ ഒളി കള്ളെറിയരുതേ Music makes me happy. Music makes me full. Music makes me content. അത് തന്നെയാണ് നിങ്ങളുടെയും കാര്യം എന്ന് എനിക്കറിയാം. ഐ എം ഷുവർ മ്യൂസിക് ഇസ് വാട്ട് കംപ്ലീറ്റ്സ് ഓൾ ഓഫ് യു. On that note, let me welcome all of you to another exciting episode of Duet, another musical episode of Duet. ഇന്ന് ഡ്യുവറ്റിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞ ഒരു പക്ഷേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഹീ ഈസ് എ വെരി വെരി സീനിയർ മ്യൂസിക് ഡയറക്ടർ. നമ്മൾക്ക് എത്രയോ നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള സംഗീത സംവിധായകനാണ്. അതിനേക്കാളും ഉപരി എനിക്ക് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരാളാണ്. ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് വെരി വെരി ഓണേർഡ് ടു വെൽക്കം ഓൺ ഡ്യുവറ്റ് ടുഡേ ദി ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ ശ്രീ മോഹൻ സിത്താര. നമസ്കാരം, ഡ്യുവറ്റിലേക്ക് സ്വാഗതം. ഇരിക്കുന്നു. അങ്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അങ്കിൾ വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചൊരു ധൈര്യമാണ്. ശരിക്കും നമ്മൾ എന്ന ഫിലിമിന് എനിക്ക് ആ പാട്ട് തന്നതുകൊണ്ടാണ് ഇന്ന് ജ്യോത്സ്ന എന്നുള്ളൊരു സിംഗറായിട്ട് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്കിളെ ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഞാനൊരു വഴിയാണല്ലോ എനിക്ക്. ഞാനൊരു നിമിത്തം മാത്രമേ. അത് അങ്കിളുടെ വലിയ മനസ്സുകൊണ്ട് അങ്കിള് പറയണതാ. ഒരുപാട് സന്തോഷം അതുകൊണ്ട് തന്നെ ഡ്യുവറ്റ് എന്നുള്ള ഈ ഷോയിൽ അങ്കിളെ കിട്ടിയാലും അങ്കിളുടെ പാട്ടുകളെ കുറിച്ചും പാട്ടിൻ്റെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ പറയാൻ ഉള്ളൊരു അവസരം കിട്ടിയാൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ആക്ച്വലി ഒരു ഡൗട്ടായിരുന്നു, ഞാൻ സാറെന്ന് വിളിക്കണോ അങ്കിൾ എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് അങ്കിളിനെ വരുള്ളൂ. കാരണം അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഭയങ്കര ഫോർമലാവും. ഞാൻ ആദ്യം വെച്ച് എനിക്ക് പറയുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ എന്നാ അങ്കിൾ തന്നെ മുതലും എന്നെ വിളിച്ചത് അങ്കിളിനാണ്. ഇപ്പോൾ മോനങ്കിളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്കിള് എത്രയോ വർഷങ്ങൾ മുമ്പ് തുടങ്ങിയതാണ് അങ്കിളുടെ സംഗീത യാത്ര. അപ്പം ആദ്യം അങ്കിള് വയലിനാണ് പഠിച്ചിട്ടുള്ളത്, അല്ലെ വെസ്റ്റേൺ വയലിനാണ് പഠിച്ചിട്ടുള്ളത്.
അതിൻ്റെ പിന്നിലുള്ള ഒരു ഓഫ് കോഴ്സ് ഒരു ഇൻസ്ട്രുമെൻറ്റ് മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് എത്രയോ മണിക്കൂറുകളോളം എത്രയോ സമയം നമ്മൾ അതിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ എത്ര വർഷം ശരിക്കും പഠിച്ചിട്ടുണ്ടാവും വയലിൻ? എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലും കൂടെ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം ഹിന്ദുസ്ഥാനിയായിരുന്നു വയലിൻ പഠിച്ചിരുന്നത്. ശരി. എന്നെ പഠിപ്പിച്ചൊരു ഗുരുനാഥനുണ്ട്, KG സത്താർ എന്ന് പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് പഠിച്ചത്. പിന്നെയാണ് അങ്ങനെ പിന്നെ ഞാൻ ചെറിയൊരു പ്രോഗ്രാംസിനൊക്കെ പോയി തുടങ്ങി. അന്ന് തന്നെ കുഴപ്പമില്ലാണ്ട് വായിക്കുമായിരുന്നു. ബാലയ്ക്ക് പോയിട്ടുണ്ട്, കഥാപ്രസംഗത്തിന് പോയിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെയോ കലാഫീൽഡിൽ അതിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെയാണ് ദാസറിൻ്റെ സ്കൂളിൽ ഞാൻ വയലിൻ പഠിക്കാൻ വേണ്ടി വന്നത്. അവിടെ രഘു മാസ്റ്ററായിരുന്നു എന്നെ പഠിച്ചിരുന്നത്. പിന്നെ അങ്ങനെ പഠിച്ച് പിന്നെ അങ്ങനെ പലർക്കും പിന്നെ ശ്യാം സാറ്, പിന്നെ MG രാഷ്ണേട്ടൻ, പിന്നെ ദക്ഷിണമൂർത്തി സ്വാമി, പിന്നെ ഇളരാജ സാറ്, അവർക്കൊക്കെ ഞാൻ വയലിൻ വായിച്ചായിരുന്നു. മദ്രാസിൽ കുറേ കാലം മദ്രാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് ശേഷമാണ് അങ്കിൾ ശരിക്കും മ്യൂസിക് ഡയറക്ഷനിലേക്ക് മാറുന്നത്. അതെ 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 86-ലല്ലേ ആദ്യത്തെ? 85-ൽ കമ്പോസിങ് തുടങ്ങി. 85-ൽ കമ്പോസിങ് തുടങ്ങി. അപ്പോൾ ശരിക്കും ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഗ്രേറ്റ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്ത് വരുമ്പോൾ അത് ഒരുപാട് ഭയങ്കര എക്സ്പീരിയൻസ് അതൊക്കെ. ഇപ്പോൾ ഇളയരാജ സാറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പീരിയൻസാണ്. അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷൻ സ്റ്റൈല്, അതുപോലെ തന്നെ ഒരു റീ റെക്കോർഡിങ് തന്നെ ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിന് ഒരു പ്രത്യേക സ്റ്റൈലായിരിക്കും പുള്ളി അതിനകത്ത് ചെയ്യുന്നത്. അതുപോലെ കോഴ്സ് പ്രോഗ്രഷൻ എല്ലാം ഒരു പ്രത്യേകം സ്റ്റൈൽ അദ്ദേഹത്തിൻ്റെ.